Hello guys, welcome back to Star Live Tech. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Huawei P40 Pro Plus എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. Huaweiയുടെ P40 സീരീസ് ഒഫീഷ്യലി 2 ആഴ്ച മുന്നെയാണ് ലോഞ്ച് ചെയ്തത്. പക്ഷേ നമ്മൾ P40 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ മാത്രമാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാതെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുമ്പോൾ 6.58 ഇഞ്ച് OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. നമുക്ക് ഡുവൽ പഞ്ച് ഹോൾ സെൽഫി ക്യാമറാസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. 91.6% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. നമുക്കൊരു കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. എഡ്ജസ് ഒഴിച്ച് ബാക്കിയെല്ലാം കേർവ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 90 Hz റിഫ്രഷ് റേറ്റും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ ഗ്ലാസും അതുപോലെ തന്നെ ബാക്ക് ബോഡിയും ഫ്രെയിമും സെറാമിക് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് കൂടിയാണ്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ കിരിൻ 990 എന്നൊരു ചിപ്സെറ്റാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ 5G സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് 10 ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത്. EMUI 10.1 ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യൂസർ ഇൻ്റർഫേസ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 2 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 8GB RAM ആൻഡ് 256GB ഇൻറ്റേർണൽ സ്റ്റോറേജും 8GB RAM ആൻഡ് 512GB ഇൻറ്റേർണൽ സ്റ്റോറേജും. പിന്നെ ക്യാമറയെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ റിയർ സൈഡിൽ ഒരു പെൻറ്റ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. 50 മെഗാപിക്സൽ ആണ് പ്രൈമറി സെൻസർ വരുന്നത്. f1.9 ആണ് അപ്പർച്ചർ വരുന്നത്. രണ്ടാമതായിട്ട് 8 മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പ് ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 10x ഒപ്റ്റിക്കൽ സൂം ലഭിക്കുന്നുണ്ട്. സോ 10x ഒപ്റ്റിക്കൽ സൂമൊക്കെ ആയിട്ട് വരുന്ന ആദ്യത്തെ സ്മാർട്ട് ഫോണാണ് Huawei P40 Pro Plus. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് 8 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ്. അതിൽ നമുക്ക് വേറെ ഒരു 3x ഒപ്റ്റിക്കൽ സൂം ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 40 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസും ഒരു 3D ഡെപ്ത് സെൻസറുമാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മികച്ച ക്യാമറ സെറ്റപ്പ് തന്നെയാണ് റിയർ സൈഡിൽ Huawei ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിട്ടുള്ളത്. സെൽഫി ക്യാമറയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ സെൽഫി ക്യാമറാസ് ആണ് വരുന്നത്. 32 മെഗാപിക്സൽ ആണ് മെയിൻ സെൻസർ വരുന്നത്. f2.2 ആണ് അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 3D ഡെപ്ത് സെൻസറും നമുക്ക് കാണാം. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയെക്കുറിച്ച് നോക്കുന്ന സമയത്ത് 4200 mAh ഒരു ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതോടൊപ്പം തന്നെ 40 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 40 വാട്ട്സിൻ്റെ വയർലെസ് ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതുവരെയുള്ള ഏറ്റവും ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യുന്ന ഒരു വയർലെസ് ഫാസ്റ്റ് ചാർജിങ് ആണ് 40 വാട്ട്സിൻ്റെ. അതാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ 27 വാട്ട്സിൻ്റെ ഒരു റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ Type-C പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് നെഗറ്റീവായിട്ട് എടുത്ത് പറയാനുള്ളത്. അതിലൊന്നാമത്തേന്ന് പറഞ്ഞാൽ 3.5mm ഓഡിയോ ജാക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നില്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ സർവീസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നില്ല എന്നതാണ്. നമ്മളെ പ്ലേ സ്റ്റോറിന് പകരം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ Huaweiയുടെ ആപ്പ് ഗാലറിയാണ് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്രണ്ടിലെ IR സെൻസർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ടച്ച് ചെയ്യാതെ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആണ്. അറ്റ് ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1,17,000 രൂപയാണ് ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത് June 18-നാണ്. സോ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Huawei P40 Pro Plus എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ച ഒരു ക്യാമറ സെറ്റപ്പുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. റിയർ സൈഡിൽ ഒരു പെൻറ്റ ക്യാമറ സെറ്റപ്പും ഫ്രണ്ട് സൈഡിൽ ഒരു ഡുവൽ സെൽഫി ക്യാമറ സെറ്റപ്പും അങ്ങനെ ടോട്ടൽ 7 ക്യാമറകളോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. സോ ഗൈസ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്ത് വരുന്ന ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാം. സോ നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.